എന്തായാലും രാഷ്ട്രീയം ഈ ചർച്ചയിൽ പറഞ്ഞത് മിസ്റ്റർ പ്രകാശനാണ്. മിസ്റ്റർ പ്രകാശൻ പറഞ്ഞു, എല്ലാ കാലത്തും നരേന്ദ്രമോദി അധികാരത്തിലില്ലല്ലോ. അപ്പം നരേന്ദ്രമോദി അധികാരത്തിലില്ലെങ്കിൽ മറ്റ് സർക്കാർ വരുമ്പം ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസും CPM-ഉം ചേർന്നിട്ടുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കേരളയിൽ നടപ്പാക്കും എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അതല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നോട്ടയുമായി മത്സരിക്കുന്ന CPM സീതാറാം യെച്ചൂരിയെ പ്രധാനമന്ത്രിയാക്കി കേരളയിൽ നടപ്പാക്കും എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം മിസ്റ്റർ പ്രകാശൻ പറഞ്ഞു, നരേന്ദ്രമോദി ഉള്ളിടത്തോളം കാലം കേരളയിൽ വരില്ല. അതെന്തായാലും അദ്ദേഹം പറഞ്ഞത് നന്നായി, കാരണം അത് ഞാനാണ് പറയേണ്ടത്. പക്ഷെ അത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് പറഞ്ഞു. ഞാൻ ചോദിച്ചത് അതിന്റെ കാരണമാണ്. തന്നെ അതിന്റെ കാരണം എന്താണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ? 2021 ജനുവരി വരെയും ഈ പദ്ധതി നിങ്ങൾ നടത്തണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നല്ലോ. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ സിൽവർ ലൈൻ വരില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം വളരെ വ്യക്തമല്ലേ. അതിൻ്റെ കാരണം ഇത് കേന്ദ്രവും കേരളവും എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് തമ്മിലുള്ള സംയുക്തമായ പദ്ധതിയാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ അത് കേരളത്തിന് കൊടുക്കണ്ട, അത് മറ്റ് സംസ്ഥാനത്തിന് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല BJP. അതുകൊണ്ടാണ് കേരളത്തിന് കൊടുത്തത്. പക്ഷേ കേരളത്തിന് കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു DPR വേണം. ആ DPR-മായി ബന്ധപ്പെട്ട സാമൂഹിക ആഘാത പഠനം ഉണ്ടാവണം. ആ സാമൂഹിക ആഘാത പഠനം മാത്രമല്ല, ഒരു ജനകീയ ചർച്ചയുണ്ടാവണം. അപ്പോൾ ഇവിടെ DPR-ഇല്ല, സാമൂഹിക ആഘാത പഠനം കൃത്യമായി നടത്തിയിട്ടില്ല, ജനകീയ ചർച്ച നടത്തിയിട്ടില്ല. പക്ഷെ ഭൂമി പിടിച്ചെടുത്ത് അവിടെ കുറ്റിയടിച്ച് ജനങ്ങളെ മുഴുവനും വല്ലാതെ അപായപ്പെടുത്തി ആശങ്കയുണ്ടാക്കി അവർ ഭൂമിയിൽ കുറ്റിയടിച്ച് റെയിൽവേ നടത്താൻ പോകുന്നു, ഇതാ ഞങ്ങൾ കേരളയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളുമായി യുദ്ധപ്രഖ്യാപനം നടത്തി. അങ്ങനെ ജനങ്ങളുമായി യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് ജനങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി ഒരു വികസന പ്രവർത്തനവും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അല്ല, അവിടെയുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ DPR പോരാ, അപര്യാപ്തമാണ്. ഈ DPR പുതുക്കണം, സാമൂഹ്യാഘാത പഠനം നടത്തണം. അങ്ങനെ സാമൂഹ്യാഘാത പഠനം നടത്തുമ്പോൾ പബ്ലിക് ഹിയറിംഗ് വേണം. ഈ കാര്യങ്ങളൊക്കെ പാലിച്ചാൽ കേരളയിൽ നടപ്പാക്കാമെന്നുള്ളതാണല്ലോ പറയേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് ഒരിക്കലും ഇത് നടക്കില്ല എന്നുള്ളതല്ലല്ലോ. ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ ഞങ്ങൾ. റെയിൽവേ ബോർഡ് ഈ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെങ്കിൽ BJP കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ലേ. ഇത് രാഷ്ട്രീയമല്ലെന്ന്, രാഷ്ട്രീയത്തിനപ്പുറത്ത് മാനുഷികമാണ്. ഇത് സാധിക്കില്ല, 2-3 കാരണം കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് റെയിൽവേയിലെ BJP-യുമായി ബന്ധപ്പെട്ട മിസ്റ്റർ ശ്രീധരൻ സാർ അദ്ദേഹം സൂചിപ്പിച്ചു. അതുമാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്തുകൂടെ ഇത് കയറ്റിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെ നിങ്ങൾ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാലും വിരോധമില്ല, രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞാലും വിരോധമില്ല. അതുകൊണ്ടാണ് ഇതൊന്നും നടപ്പാക്കാതെ, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുക, ഇതൊന്നും നടപ്പാക്കാതെ ഈ അടുക്കളയിലും കക്കൂസിലും കയറി കുറ്റിയടിച്ചത് എന്തിനാ? അത് കുറ്റിയടിച്ചത് എന്തിനാണെന്ന് 26/2/2001 തീയതിയിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അഭിമുഖം വന്നിരുന്നു. ആ അഭിമുഖത്തിൽ 80% ഭൂമിയിൽ കുറ്റിയടിച്ചാൽ മാത്രമേ വിദേശ ഫണ്ടിങ് കിട്ടുള്ളൂ. അത് ദ പ്രിൻ്റ് എന്ന് പറയുന്ന ആ മാധ്യമത്തിലൂടെ 25/2/2020 ഇത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ഗേജിലാണ്. ഈ സ്റ്റാൻഡേർഡ് ഗേജിൽ വെച്ചിട്ടുള്ളത് ഇത് വിദേശ പണം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ കാട്ടിയിട്ടുള്ള പരിപാടിയല്ല. അവിടെയുള്ളൊരു പ്രശ്നം ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ പറഞ്ഞ വിദേശ ഏജൻസിയിൽ നിന്ന് ജയ്ക്കയിൽ നിന്ന് പണം കിട്ടാനുള്ള നടപടികൾ എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾ ത്വരിതപ്പെടുത്തൂ, ഒപ്പം സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് 5 ജനുവരി 2021 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശ്രീ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. ഞാൻ ആ കത്ത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ വായിച്ചു നോക്കാം. ദ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ഏജൻസി PIA അഥവാ കേരള ഗവൺമെന്റ്. ഇതൊക്കെ പഴയതല്ലേ? അതെ, പഴയതാണ്. ഇതൊന്നും നിങ്ങൾ വായിക്കണ്ട. ഇതൊക്കെ എത്ര പ്രാവശ്യം വായിച്ചതാണ് നമ്മൾ. എത്ര വായിച്ചതാണ്? അതൊന്നും പറയണ്ട.
അല്ല, ഇതൊക്കെ നമ്മൾ കുറെ വായിച്ചതാണെന്ന്. ഇതൊക്കെ നമ്മൾ കുറെ വായിച്ചതാ. 2 കൊല്ലം മുമ്പ് കുറെ ജനുവരി വായിച്ചതും മാസത്തിൽ നമ്മളൊക്കെ സംസാരിച്ചതാ. 2 കൊല്ലം മുമ്പുള്ള ജനുവരി 2 മാസത്തിൽ കൊല്ലം അതാ പറഞ്ഞത്. കുറെ വായിച്ചത് ഞാൻ കേന്ദ്ര നമ്മൾ ചർച്ച ധനമന്ത്രി ചെയ്തതാ. കേരളത്തോട് ഒരു കത്തയക്കുകയാണ്. അതെ, എന്നിട്ട് നമ്മൾ നിങ്ങൾ ഇനിയും പറയും. ഇപ്പൊ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അതേ ഏജൻസിയോട് പിന്നെ പൈസ കിട്ടുന്ന കാര്യം നിങ്ങൾ എൻഗേജ് ചെയ്യൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തൂ. ഇത് ജനുവരി, ഇതിന് ശേഷമാണ് ഈ പറഞ്ഞ മഞ്ഞക്കല്ലും കുറ്റിയിടലും സകല ഏർപ്പാട് നടന്നത്. എൻ്റെ അഭിലാഷ് മോഹൻ, താങ്കൾ ഒരു സാമാന്യ യുക്തിയില്ലാതെ സംസാരിക്കല്ലേ. ഒരു കേന്ദ്ര ഗവൺമെൻറ് നിങ്ങളുടെ വികസന പ്രവർത്തനത്തിന് നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ ത്വരിതപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ അടുക്കള കയറി കല്ലിടുന്നതിനർത്ഥം, ചോദ്യം ചെയ്യാതെ അവരുടെ കക്കൂസിൽ കയറി അവരെ പുറത്താക്കി കല്ലിടുന്നതിനർത്ഥം നിങ്ങൾ എന്ത് നടപടി ത്വരിതപ്പെടുത്താൻ നിങ്ങൾ കേന്ദ്ര ധനമന്ത്രി ആവശ്യപ്പെട്ടത് എന്ത് അടിസ്ഥാനത്തിലാണ്? അതറിഞ്ഞാൽ കൊള്ളാം. കല്ലിട്ടതൊക്കെ അവിടെ നിൽക്കട്ടെ സാർ. അത് രണ്ടും രണ്ടാണ്. കേന്ദ്ര ധനമന്ത്രി പറയുന്നത് അതിൻ്റെ സാമ്പത്തിക വശമാണ്. അതിൻ്റെ ശാസ്ത്രീയമായ വശം പറയേണ്ടത് റെയിൽവേ ബോർഡാണ്. പൈസ കിട്ടിയത് കൊണ്ട് കേന്ദ്ര ധനമന്ത്രി പൈസ തന്നുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ പൈസ കുറെ കൊടുക്കാൻ ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. അതിൻ്റെ അനുമതി നേടേണ്ടത് എവിടുന്നാ? അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി സമർപ്പിക്കേണ്ട എവിടുന്നാ? റെയിൽവേ ബോർഡ് സാങ്ഷൻ കിട്ടുന്ന എവിടുന്നാ? അതൊക്കെ റെയിൽവേ ബോർഡ് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഈ വാദം പറഞ്ഞു, ധനമന്ത്രിക്ക് അതൊരു പ്രശ്നമല്ല. അല്ലല്ല, താങ്കൾ പറഞ്ഞു ഇവിടുന്ന് വായ്പ കിട്ടാൻ വേണ്ടി ഇവിടെ കുറെ കാര്യങ്ങൾ നടന്നു, വായ്പ കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ നടത്തിയെന്ന് ഇന്റർവ്യൂവിൽ താങ്കൾ വായിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂവിൽ വായിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കേന്ദ്ര ധനമന്ത്രി കേരളത്തോട് പറയാണ്, ദി ഗവൺമെന്റ് ഓഫ് കേരള മേ എൻഗേജ് വിത്ത് ജെയ്ക്ക ടു മൂവ് ഫോർവേഡ് ടു ഫൈനലൈസ് ദ ഡിസൈനിങ് ഓഫ് പാക്കേജസ് വിച്ച് വുഡ് ഫെസിലിറ്റേറ്റ് കോ ഫിനാൻസിംഗ്. And in the meanwhile, അതിനിടയ്ക്ക് ലാൻഡ് അക്വിസിഷൻ ആൻഡ് അതർ ക്ലിയറൻസസ് മേ ബി എക്സ്പെഡിറ്റഡ് ബൈ ദ PIA എന്ന് പറഞ്ഞാൽ പ്രോജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസി, അതായത് കേരള സർക്കാർ. ഇപ്പൊ കേരള സർക്കാർ ജയിക്കയോട് പൈസ കിട്ടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുക, അതേ സമയം തന്നെ ഇവിടെ സ്ഥലം ഏറ്റെടുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നാണ്. നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമന്റെ ഒപ്പുള്ള കത്താണ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയ്ക്ക്. എൻ്റെ അഭിലാഷ്, ഇതൊക്കെ നമ്മൾ കുറേ ചർച്ച ചെയ്തതാ. നാളെ വേണമെങ്കിൽ ഞങ്ങൾ ഇതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ, കേരളത്തിലെ ജനങ്ങളുടെ പള്ളയിൽ ചവിട്ടാതെ, കേരളത്തിലെ ജനങ്ങളുടെ തലമണ്ടയിൽ കുറ്റിയടിക്കാതെ, ഒരു വിഷമവും കേരളത്തിലെ ജനങ്ങൾക്കോ പാരിസ്ഥിതികമായോ ഇല്ലാത്ത ഏത് വികസനവും സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കും. അതിന് പൈസയും കൊടുക്കും. അതിന് വേണ്ട കാര്യങ്ങൾ ത്വരിതപ്പെടുത്താൻ പറയും. അതിന് കേരളത്തിലെ സംസ്ഥാന സർക്കാർ എടുക്കേണ്ട സമീപനം എന്താ? ശരി, അതൊക്കെ രണ്ടാണ്. അവിടെ നിങ്ങൾ അനുമതി കൊടുക്കുന്നത് എങ്ങനെ? അതാണ് കാരണം. അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ തന്നെ വേണ്ടത്. റെയിൽവേ നരേന്ദ്രമോദി അങ്ങനെയല്ല. ഇല്ല. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഇന്നത്തെ രീതിയിൽ നടപ്പില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. CPM-കാരൻ ഗോവിന്ദ മാഷ് അപ്പം വെക്കാൻ വേണ്ടി തീരുമാനിച്ച ഇന്നത്തെ ഈ സമീപനം നടക്കില്ല. ഞാനതാ പറഞ്ഞേ, ഇന്നത്തെ രീതിയിൽ നടപ്പാക്കും എന്നാണല്ലോ പ്രകാശ് മാഷ് പറഞ്ഞത്. ആ ഇന്നത്തെ രീതിയിൽ നടപ്പാക്കണമെങ്കിൽ സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിയാവണം. അല്ലെങ്കിൽ ഇവിടെ ചാമക്കാലയും കോൺഗ്രസും കൂടിച്ചേർന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയും ഇവർ പറയുന്നതനുസരിച്ച് അവർ ചെയ്യുകയും ചെയ്യണം. അത് രണ്ടും നടപ്പാക്കാത്തതാ. അതുകൊണ്ടാണ് ഇതൊരിക്കലും നടപ്പാവില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം.